ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ ഈസി കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പ്രൊനൗൺസും വെർബും നമ്മൾ പഠിച്ചതാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ പേര് ആവർത്തിച്ച് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് പ്രൊനൗൺസ് എന്ന് പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, ഇതൊക്കെ നമ്മുടെ പ്രൊനൗൺസാണ്. ഐ എന്ന് ഞാൻ. നമ്മൾ വെർബ് എന്ന് പറയുന്നതാണ് ഈറ്റ്. നമ്മൾ ഈറ്റ് എന്ന് പറയുന്നത് കഴിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അവയെ നമ്മൾ വെർബാണെന്ന് പഠിച്ചു. അപ്പം ഐ ഈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ കഴിക്കുന്നു. അവിടെ നമ്മൾ ഐ എന്നത് പ്രൊനൗൺസും അതുപോലെ ഈറ്റ് എന്നുള്ളത് വെർബും പഠിച്ചു. പ്രൊനൗൺസും വെർബും നോക്കാം. ഐ ഈറ്റ്, ഞാൻ കഴിക്കുന്നു. അതിൽ പ്രൊനൗൺസ് എന്നത് ഐ എന്നാണ്, ഈറ്റ് എന്നുള്ളത് വെർബാണ്. കഴിക്കുന്നു എന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അവയെ വെർബെന്ന് പറയുന്നു. ഒരു വേർഡിന് പകരം, ഒരു പേരിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പ്രൊനൗൺസ് ആണെന്ന് പറഞ്ഞു. ഒന്നിലച്ച ഞാൻ, നിൻ്റെ, എൻ്റെ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്താണ്? പ്രൊനൗൺസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഈറ്റ് എന്ന് പറഞ്ഞാൽ ഐ പ്രൊനൗൺസും ഈറ്റ് എന്നുള്ളത് വെർബും ആണെന്ന് പറഞ്ഞു. ഐ റീഡ്, ഞാൻ വായിക്കുന്നു. ഐ എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ആണ്, വായിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അവയെ വെർബ് എന്ന് പറയുന്നു. ഐ റൈറ്റ്, ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുന്നു എന്നാണ്. അപ്പോൾ എഴുതുന്നു എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അവയെ വെർബ് എന്ന് പറയുന്നത്. പ്രൊനൗൺസ് എന്നത് ഐ ആണ്. ഐ വാൾക്ക്, ഞാൻ നടക്കുന്നു. വാക്ക് എന്ന് പറഞ്ഞത് നടക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അവയെ വെർബ് എന്ന് പറയുന്നു. യു സിങ്, നീ പാടുന്നു. യു എന്നത് പ്രൊനൗൺസ് ആണ്, സിങ് എന്നത് വെർബാണ്. യു ഡാൻസ്, നീ നൃത്തം ചെയ്യും. യു ഡാൻസ്. യു എന്നത് ഇവിടെ പ്രൊനൗൺസ് ആണ്, ഡാൻസ് എന്നത് വെർബാണ്. വി സ്റ്റഡി, ഞങ്ങൾ പഠിക്കുന്നു. വി പ്ലേ, ഞങ്ങൾ കളിക്കുന്നു. അപ്പം വി എന്നത് പ്രൊനൗൺസ് ആണ്, പ്ലേ എന്നത് കളിക്കുന്നു. സോ വെർബാണ്. വി സ്റ്റഡി എന്ന് പറയുന്നത്, വി എന്നത് പ്രൊനൗൺസ് ആണ്, സ്റ്റഡി എന്ന് പഠിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അവയെ വെർബ് എന്ന് പറയുന്നു. ദേ വർക്ക്, അവർ ജോലി ചെയ്യുന്നു. ദേ എന്ന് പറയുന്നത് പ്രൊനൗൺസ് ആണ്, വർക്ക് എന്നത് വെർബാണ്. ദേ റീഡ്, അവർ വായിക്കുന്നു. ദേ എന്നത് പ്രൊനൗൺസ് ആണ്, റീഡ് എന്നത് വായിക്കുന്നു എന്നാണ്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്, അവയെ വെർബ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ വെർബ് എന്ന് പറയും. ഹി ഡ്രിങ്ക്സ്, അവൻ കുടിക്കുന്നു. ഹി വാൾക്സ്, ഹി വാൾക്സ് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്നു. ഹി പ്ലേസ്, അവൻ കളിക്കുന്നു. ചില പ്രൊനൗൺസും വേർബ്സും വരുമ്പോൾ നമ്മൾ എസ് എന്ന് ചേർത്ത് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ടാണ് നമ്മൾ പറയുക. അവ ഇംഗ്ലീഷിലെ റൂൾസാണ്, നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. ചില വേർഡ്സുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. ഹി വാൾക്സ് പറയുമ്പോൾ നടക്കുന്നു. വാൾക്ക് എന്ന് പറയൂ? ഇല്ല, അവൻ നടക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അവിടെ എസ് ചേർത്തിട്ടാണ് പറയുക. അങ്ങനെ ചെറിയ ഇതിലൊക്കെ നമ്മൾ എസ്സും ഇ എസും ചേർത്തിട്ട് പഠിക്കാറുണ്ട്. അത് അതിൻ്റെ റൂൾസാണ്, അത് മാറ്റാൻ പറ്റില്ല. ഹി പ്ലേസ്, പ്ലേസ് എന്ന് പറഞ്ഞാൽ അവൻ കളിക്കുന്നു. ഷീ സിങ്സ്, ഷീ സിങ്സ് പറഞ്ഞാൽ അവൾ പാടുന്നു. ഷീ ഡാൻസസ് എന്ന് പറഞ്ഞാൽ അവൾ നൃത്തം ചെയ്യുന്നു. ഷീ റൈറ്റ്സ് പറഞ്ഞാൽ അവൾ എഴുതുന്നു. ദേ ഡാൻസ്, അവർ നൃത്തം ചെയ്യുന്നു. ദേ വർക്ക്, അവർ ജോലി ചെയ്യുന്നു. ഹീ റൺസ്, അവൻ ഓടുന്നു. ഹീ ഈറ്റ്സ്, അവൻ കഴിക്കുന്നു. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് പ്ലസ് മലയാളം പ്രൊനൗൺസും വെർബും എങ്ങനെയാണ് നമ്മൾ വേർഡ്സുകൾ ഉണ്ടാക്കുക, സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നൊക്കെ നോക്കി.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.